ഹലോ ഗൈസ്, അപ്പോൾ എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. അപ്പോൾ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജയിലിലാണ്. ചെറുതായിട്ട് കുറച്ച് കുരുത്തക്കേടുകളൊക്കെ കാണിച്ചപ്പോൾ നേരെ കൂടി നമ്മളെ ജയിലിലിട്ടിക്കണ്. അപ്പോൾ ഇനി നേരെ ഒരു സ്പൂണും വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവണം. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു മിഷൻ വരുന്നത്. അപ്പം നമുക്ക് എസ്കേപ്പ് ആവണമെങ്കിൽ ഈ ഒരു ഭാഗം മൊത്തം കുഴിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ റൂമിൻ്റെ ഒരു റൂം ടൂർ നമ്മൾ തരട്ടാ. റൂം ടൂർ ഓക്കെ. അപ്പോൾ അതിന് തന്നെ നമുക്ക് നല്ലൊരു ബെഡ് ഉണ്ട്, പിന്നെ എന്താ കണ്ടില്ലേ ഒരു റാക്ക് ഉണ്ട്, അതിലൊരു കപ്പ് ഇരിക്കുന്നുണ്ട്, പിന്നെന്താ ഒരു പാൻറ്, ഒരു ടീഷർട്ട്, പിന്നെന്താ ഒരു ചെയറുണ്ട്, പിന്നെ ഒരു കക്കൂസ് ഉണ്ട്, കക്കൂസ്, പിന്നെന്താ ഒരു വാഷ് ബേസിന് ഒരു ഗ്ലാസ്. അതിനകത്ത് ഗ്ലാസ് കാര്യം പൊട്ടിച്ച് കൊണ്ടേക്കണ് യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഡിഗിങ് പവർ 16, മാക്സ് എനർജി 59, കറൻറ്റ് എനർജി 51, എജിലിറ്റി 13, ബാക്ക് കപ്പാസിറ്റി 15, പേഴ്സൺ റെസ്പെക്റ്റ്, ലോവേഴ്സ് പ്രൈസസ് 0. ഓക്കെ, ക്ലാസ്സിന് പകരം അവരുടെ വേറെ എന്തൊക്കെയാണ് ഒളിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അതൊരു ബെഞ്ചുണ്ട്, പിന്നെ നമുക്ക് കുറച്ച് കമ്പികളുണ്ട് ഇവിടെ, അത് നമ്മൾ പുറത്താടാതിരിക്കാൻ വേണ്ടി വെച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇനിയിപ്പോൾ ഒരു 18 സെക്കൻഡ് കൊണ്ട് നമ്മളെ ഗാർഡ് ഇങ്ങോട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, എന്തും ചെയ്യാൻ പറ്റില്ല. ഗാർഡ് പോയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗാർഡ് ഈസ് കമ്മിങ് കാണിക്കണില്ലേ. അപ്പോൾ 83 ടോയ്ലറ്റ് പേപ്പർ ഉണ്ട്, പിന്നെ ഒരു $1 ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഗാർഡ് വരുന്നവരെ കാത്തുക്കുക. ഗാർഡ് വന്നിട്ട് ഇനി എന്താ കാട്ടണ്ടെന്നുള്ള ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗാർഡ് വരുന്നുണ്ട്. ഐ സം നോയ്സ് ഹിയർ. ഓക്കെ, അവൻ്റെ അടുത്ത് കുറച്ച് ടോയ്ലറ്റ് പേപ്പർ നമുക്ക് വാങ്ങട്ടോ. ഒരു ദിവസം കുറച്ച് ടോയ്ലറ്റ് പേപ്പർ അവൻ്റെ അടുത്ത് വാങ്ങാൻ പറ്റും. കളക്ട് ചെയ്യുക. 89 ആയിട്ടുണ്ട്. ഓക്കെ, അത് കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ ആ ഒരു 30 സെക്കൻഡ്സിന് ശേഷം ബാക്ക് വരും, ഇങ്ങോട്ട് തന്നെ വരും കേട്ടോ. എന്നിട്ട് ഇവിടെ ക്ലോസ് ചെയ്തിട്ട് പോവും. ഓക്കെ, അപ്പോൾ അതുവരെയൊക്കെ നമ്മൾ കാത്തുക്കുക. അപ്പോൾ പിന്നെ ഇപ്പം നമ്മുടെ അടുത്തുള്ള ടൂളാട്ടോ ഈ ഇരിക്കുന്നത്. ഒരു ചട്ടി ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അതിൽ ഒരു സ്പൂണാണ് കിട്ടല്. അതിനെ ട്രേഡ് ചെയ്ത് ഞാൻ ചട്ടി ആക്കിയിട്ടുണ്ട്. ആ ചട്ടിയിട്ട് ഒന്നും കൂടി സ്പീഡിൽ നമുക്ക് ഇതാക്കാൻ പറ്റുമെന്നാട്ടോ പറയണേ. പിന്നെ ട്രേഡ് ഫോർ സംതിങ് ടു ഇൻക്രീസ് യുവർ മാക്സിമം എനർജി എന്ന് കാണിക്കണം അടുത്ത മിഷനായിട്ട്. അപ്പോൾ ഇപ്പം നമുക്ക് എങ്ങനെയായാലും നടക്കില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ടോയ്ലറ്റ് പേപ്പേഴ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ മിഷൻ തീർക്കണം. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പരിപാടി. അപ്പോൾ അതിന് ആദ്യം നമ്മളെ എന്താ പറയുക, ആദ്യം നമ്മളെ ഗാർഡ് വരണം, എന്നിട്ട് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഇതാ ഗാർഡ് വരുന്നത്. ഓക്കെ, അസ്സലാമലൈക്കും. ബസ്റ്റഡ്. നമ്മൾ ആ ഗാർഡ് വരുന്ന ടൈമിൽ നമ്മൾ പുറത്തിറങ്ങിന്ന്. അപ്പം ഇനി നമ്മൾ ഫസ്റ്റ് മുതൽ ഇതാക്കണം. അപ്പം നിങ്ങൾക്ക് കാണും ചെയ്യാമല്ലോ. നമുക്ക് 2 മിനിറ്റ് ടൈം ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഇവിടത്തൊക്കെ റെഡി ആക്കണം. അപ്പം അതിന് ആദ്യം നമ്മളെ മാറ്റ് നമ്മൾ റോൾ ചെയ്തതിന് ശേഷം ഈ ഒരു കസാല എടുത്തിട്ട് നമുക്ക് അടിച്ചു പൊട്ടിക്കാം. ടൈൽമീസൊക്കെ എവിടെയൊക്കെ പോവാന്നോ, അതൊക്കെ നമ്മൾ ഇവിടെ കൊണ്ടുവരേണ്ടിയെന്നോ. ഓക്കെ, ഇതൊക്കെ അടിച്ച് പൊട്ടിക്കണം കേട്ടോ 2 മിനിറ്റിൻ്റെ ഉള്ളിൽ. ഓക്കെ, ഇനി നമ്മൾ നമ്മളെ ചെയർ കൊണ്ടെങ്ങനെ അവിടെ തന്നെ വെക്കാം. എന്നിട്ട് നേരെ പോയിട്ട് നമ്മൾ ടൂർ എടുക്കുക. ടൂർ എടുത്തിട്ട് നമുക്ക് കുഴി തുടങ്ങാം. കണ്ടില്ലേ, ഈ ഒരു പാനോണ്ട് നമുക്ക് നല്ല സ്പീഡിൽ കുഴിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് 2 മിനിറ്റോളം ടൈമുള്ളൂ. ഇതിനുള്ളിൽ എടാ എത്ര ലൂട്ട് കിട്ടുന്നുണ്ട് അറിയോ. ഓക്കെ, ലൂട്ട് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നത്. നമുക്ക് ഫുള്ള് നമുക്ക് കളക്ട് ചെയ്യാം കേട്ടോ. ഇവിടുന്ന് 15ഓളം നമുക്ക് സാധനങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് 1 മിനിറ്റേ ഉള്ളൂ അതിനുള്ളിൽ. ഇനി നമുക്ക് ബാക്ക് ആവാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ച് കളിക്കണം. ഇല്ല, ഫുള്ള് നമുക്ക് കളക്ട് ചെയ്യാം. 9 ഐറ്റംസ് ആയിട്ടുണ്ട്. ഇപ്പോൾ 10 ഐറ്റംസ് ആയി. നമുക്കൊരു 15 ആക്കാം. ഓക്കെ, ഇനി കളിക്കാൻ പറ്റില്ല, കാരണം നമ്മളെ എനർജി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്, ലോസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മേലോട്ട് പോകണം. മേലോട്ട് പോയിട്ട് നമ്മൾ കാർപ്പറ്റ് അതേമാതിരി നമുക്ക് മടക്കി വെക്കണം കേട്ടോ. 30 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ ക്ലീൻ ആക്കണം. നമ്മളെ ടൂൾ നമ്മൾ ഹൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ എടുത്തിട്ടാണ് നേരെ പോയിക്കൊണ്ട് ഫ്ലഷ് ചെയ്യുക. ഓക്കെ, ഫ്ലഷ് ചെയ്തു. ഇനി അടുത്ത് പോയി എടുക്കുക. ഈ ഒരു ടൈമിങ്ങിൻ്റെ ഉള്ളിൽ നമ്മൾ ഫ്ലഷ് ചെയ്ത് റെഡി ആക്കണം കേട്ടോ. ഫുള്ള് കൊണ്ടുപോയിക്കാണ്ട് നമ്മൾ ചെയ്യണം. ലഞ്ച് ബ്രേക്ക് ആയിരുന്നു 12 മണിക്കാണ്. 12 മണിയല്ല, 12 മിനിറ്റിനാണ് തോന്നുന്നത്. ഇവിടെ മണിയൊന്നും മനസ്സിലാവുന്നില്ലടേ. എന്താ ഇത്? ഗാഡ് ഈസ് കമ്മിങ്. നമുക്ക് അപ്പോൾ ഇതിനും ക്ലീൻ ആക്കണം. അയ്യോ 6 സെക്കൻഡ്. എടാ ഫാസ്റ്റ്. ഓക്കെ മച്ചാനെ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഗാഡ് അസ്സലാമലൈക്കും. ഇവിടെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ കുറച്ച് ഐറ്റം കൊടുക്കാണ്ട്, വേണമെങ്കിൽ കൊണ്ടേക്കോളി. ഇതാ പോടാ, സെൽ ഐറ്റം 57 ടോയ്ലറ്റ് പേപ്പറിനൊന്നും തരില്ല നമ്മൾ. നമുക്ക് കുറച്ച് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. ഒരു 60. ഓക്കെ, 61 സാധനം വരട്ടെ. ഓക്കെ, അത് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 30 സെക്കൻഡ് കഴിഞ്ഞാൽ റിട്ടേൺ വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് പോയിക്കാണ്ട് നമ്മളെ ഇത് ഫുള്ളാക്കാം, എനർജി ഫുള്ളാക്കാം. ഇവൻ്റെ അടുത്ത് എന്താ ഉള്ളത് അറിയോ,
ഇവിടെ അടുത്ത് ഫുഡുണ്ട്. ഒരു 3 ടോയ്ലറ്റ് പേപ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ എനർജി നമുക്ക് ഫുള്ളാക്കി തരും. പിന്നെ ഒരു 300 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഷവൽ കിട്ടും. പിന്നെ അവൻ്റെ അടുത്തൊരു ഡമ്പലുണ്ട്. പിന്നെന്താ അവൻ്റെ അടുത്ത് 200 ടോയ്ലറ്റ് പേപ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാഗ് കിട്ടാം. പിന്നെ എന്താ കയറുണ്ട്. ഇപ്പോൾ വേണ്ട നമുക്ക് എങ്ങനെയല്ല, നമുക്ക് കുറച്ചും കൂടി കുഴിക്കണം. 12 മണിക്കാണ് ലഞ്ച് ബ്രേക്ക്. അപ്പോൾ ലഞ്ച് ബ്രേക്ക് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഗാർഡ് ഇപ്പോൾ വരും. ഗാർഡ് വന്നിട്ട് എല്ലാവർക്കും തുറന്നു കൊടുക്കുന്ന കൂട്ടത്തിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ ഉണ്ടായില്ലേ ബസ്റ്റഡ് ആയില്ലേ, അതേമാതിരി നമുക്ക് ബസ്റ്റഡ് ആവേണ്ടി വരും. അപ്പോൾ ഇനി ഗാർഡ് വരുന്ന തുറക്കണ വരെ കാത്തിക്കുക. ഓക്കെ ബാ. ഓക്കെ അസ്സലാമു അലൈക്കും. ബ്രേക്ക് ടൈം ഫോർ ഫുഡ്. ഓക്കെ അപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് പോകുന്നു. ഇനി നമുക്ക് ഇവിടെ നമുക്ക് സൂപ്പ് കഴിക്കുക. സൂപ്പ് ഈറ്റ്. അപ്പോൾ നമ്മളെ എനർജി ഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്ക് ടൈമുള്ളത് എത്ര 12:31 14-നാണ് ബ്രേക്ക് ഓഫ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് അതുവരെയൊക്കെ നമുക്ക് കുഴിക്കാം. ഓക്കെ ടേക്ക് ദ ടൂൾ. ഫുള്ള് കുഴിക്കട്ടാ. ഓക്കെ എന്ത് സ്പീഡിലാണ് ചെയ്യാൻ പറ്റുന്നത്. എടാ നമ്മൾ അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു, നമ്മൾ ചെയ്തില്ല. നമ്മൾ നേരെ പോയിട്ട് എന്താണെന്നറിയോ, ഈ ടൈമിനുള്ളിൽ നമുക്കുള്ള ഇത് വാങ്ങണം, എനർജി ഡ്രിങ്ക് വാങ്ങണം. അത് നമ്മൾ വാങ്ങിയില്ല. അപ്പം നമ്മളെ അടുത്ത് ഡോളർ ഇല്ല. അപ്പം നമുക്ക് ഇവൻ്റെ അടുത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാം. ഓക്കെ $8 ആയിട്ടുണ്ട്, മതി. ഇനി നമുക്ക് ഇവൻ്റെ അടുത്ത് നിന്ന് എക്സ്ചേഞ്ച് ചെയ്യാം കേട്ടോ. ഇവിടെ നിന്നാണ്ട് എക്സ്ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് വാങ്ങാം, അതേപ്പോൾ നടക്കുള്ളൂ. നമുക്ക് ഒന്നുകൂടി വാങ്ങാം. 3 നമുക്ക് കയ്യിൽ വെക്കാൻ പറ്റും. അപ്പം ഒന്നും കൂടി വാങ്ങാം. സോ ഓക്കെ $1 കൂടി വേണം. ഓക്കെ $3 ആയിട്ടുണ്ട്. ഓക്കെ അതും കിട്ടി. ഓക്കെ ഇനിയിപ്പോൾ എത്ര 1 മിനിറ്റ് കൂടിയാണ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ പോയിക്കണ്ട, നമുക്ക് പോയിക്കണ്ട. കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പോയിക്കാം. ട്രേഡ് ഫോർ സംതിങ് ഫോർ ഇൻക്രീസ് യുവർ മാക്സിമം എനർജി എന്നൊക്കെ കാണിക്കുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ട്രേഡ് ചെയ്യണം. ഓക്കെ ഇവനക്കൊരു സോപ്പ് ബാർ കൊടുക്കാനായിട്ട് അപ്പം പറയണേ. ഇവർ ജയിൽ പുള്ളിയാണെങ്കിലും ഇവൻ്റെ റൂമിൻ്റെ ഒക്കെ സെറ്റപ്പ് ഒക്കെ ഇടായി. ഒരു സോഫ, ഒരു ടീ കപ്പ്, അതുപോലെ തന്നെ ബാത്റൂമൊക്കെ സ്വർണ്ണം കൊണ്ട് ഉണ്ടാക്കി മാതിരി. പിന്നെ ഒരു വാഷ് ബേസിനാക്കണം. പിന്നെ ഒരു വീട്ടിലെ ചെയറിന് കേട്ടോ, TV ഒക്കെ ഇടാ. ആ പിക്കൊക്കെ നോക്ക്. പിന്നെ ചെടിയൊക്കെ. ഇവന് ജയിൽ പുള്ളിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ്റെ ഒക്കെ സെറ്റപ്പ് വേറെ ലെവലാണ്. ഇവന് ആരെത്ര തോനെ പൈസ ഉണ്ടാക്കിയിട്ട് ആരാണ് ഇവൻ്റെ ഒക്കെ മുതലാളിന്നാവും. നമുക്കിവിടെ ഒരു ഇതുണ്ട് കേട്ടോ, കണ്ടില്ലേ, വെയർ ഹൗസ് ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാം, പക്ഷെ അതിനനുസരിച്ച് ക്യാഷ് വേണം നമ്മുടെ അടുത്ത്. ഇതെന്താ പറ്റിയ സംഭവം? ഓക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയതാണ്. കുഴപ്പമില്ല. നമുക്ക് നേരെ പോയിട്ട് നമ്മളെ റൂമിനുള്ളിൽ കയറാം. 30 സെക്കൻഡ്. ഓക്കെ ഇനി നമുക്ക് നമ്മളെ ആര് വരുന്നേ? നമ്മളെ ഗാർഡ് വരും. ഒരു 16 സെക്കൻഡോട് ഇപ്പോൾ ഗാർഡ് വരും. അപ്പോൾ അതുവരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളെ കക്കൂസ് എന്ന് തന്നെ പറയാം. അതല്ലേ, നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡൊക്കെ കുറഞ്ഞാലും കുഴപ്പമില്ല. കക്കൂസ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം കേട്ടോ. നമ്മൾ റൂമൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. എടാ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ ഇത് മാറ്റിയിട്ടില്ല. അയ്യോ ബസ്റ്റഡ്. നമ്മൾ ആ മണ്ണ് മാറ്റാൻ മറന്നിരുന്നു. ആകെ പണി കിട്ടി. ഇനി 2 മിനിറ്റ് ഉണ്ട് അതിനോടല്ല. അതേമാതിരി നമുക്ക് കുഴിച്ചെടുക്കണമല്ലോ. അത് കാലയിക്കുമ്പോഴാണ് ഇതിൻ്റെ വിഷമം. ഓരോ മണ്ടത്തരങ്ങൾ കാട്ടുന്നതുകൊണ്ടുള്ളതാണ്. നമുക്ക് ഇനി ഇവിടെ ഒക്കെ ഫുള്ളടിച്ച് പൊട്ടിച്ചിട്ടാക്കണം. എന്താ പൊട്ടാത്ത? എടാ പൊട്ടുന്നില്ല. ഇപ്പോൾ പൊട്ടി. ഓക്കെ നമ്മൾ മണ്ണ് കളയാൻ മറന്നു. അതാ ആകെ ഉണ്ടായതുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും കളിച്ച ലാഭമായിരുന്നു. നമുക്ക് എത്ര ടോയ്ലറ്റ് പേപ്പർ കൊടുത്തിട്ടാണ് ഞാൻ ആ എനർജി ഡ്രിങ്ക് ഒക്കെ വാങ്ങിയത് അറിയാം. വെറുതെ ആയിപ്പോയി. ഇനി നമുക്ക് നമ്മളെ ടൂൾ എടുത്തിട്ട് കുറച്ച് കുഴിച്ചേക്കുക. ഇനി ഒരിക്കലും മറ്റേ മറന്നാണ്ടുള്ള ആ കളി വേണ്ട. നമുക്ക് ഫുള്ളൊരു അടിപൊളി കളിയാക്കണം. ഒരു മറന്നാണ്ടുള്ള കളി വേണ്ട. ഓക്കെ നമ്മളെ എനർജി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഉള്ളതൊക്കെ കളക്ട് ചെയ്യണം. ഓക്കെ ഫുള്ള് കളക്ട് ചെയ്യാം. 5 ഐറ്റം ആയിട്ടുണ്ട്. 6 7 8. ഓക്കെ ഇനി നമുക്ക് ഇവിടെ നിന്ന് കയറണം. എന്നിട്ട് നമ്മൾ മാറ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ മാറ്റ് ക്ലോസ് ചെയ്തു. നമ്മൾ ടൂൾ നമുക്ക് ഹൈഡ് ചെയ്യാം കേട്ടോ. ഇനി ഇവിടെ മൊത്തം നമ്മൾ ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്ലഷ് അടിക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു സോയിൽ കൊണ്ടുപോയിട്ട്, സോയിലല്ല മണ്ണ് തന്നെ ആയിക്കോട്ടെ. മണ്ണ് കൊണ്ടുപോയിട്ട് നമുക്ക് നമ്മളെ ബാത്റൂമിലല്ല കക്കൂസിലിട്ട് കൊണ്ട് നമ്മൾ ഫ്ലഷ് ചെയ്യണം. കക്കൂസ് എന്ന് തന്നെ പറയണം, എന്നാലേ അതിനൊരു സുഖമുള്ളൂ. ഓക്കെ ഇവിടെയൊക്കെ ഫുള്ള് നമുക്ക് ക്ലീൻ ആക്കണം കേട്ടോ. ഓക്കെ ഇനി 26 സെക്കൻഡ് ആയിട്ടുള്ളൂ. ഓക്കെ ഒരു കോരും കൂടി ഉണ്ടാവും. ഓക്കെ ഇവിടെയൊക്കെ ക്ലീനാക്കി. ഓക്കെ
ഇനി നമുക്ക് നമ്മളെ ഗാർഡിനെ കാത്തുക്കുക. 15 സെക്കൻഡ്, 14 സെക്കൻഡ്, 13 സെക്കൻഡ്, 12 സെക്കൻഡ്. മച്ചന്മാരൊക്കെ ഇത്രയും നേരം വേറെ പരിപാടികളായിരുന്നു, കിടന്നുറങ്ങൊക്കെ ആയിരുന്നു. പണ്ടില്ല ഒരുത്തനെ മാനത്ത് നോക്കിക്കണു, ഒരുത്തനെ കാണാൻ പുഷപ്പ് അടിക്കണേ. രണ്ടെണ്ണത്തിന് കാണാൻ തന്നെ ഇല്ല കേട്ടോ. ഇവരൊക്കെ എവിടേക്ക് പോയിന്നാവും. നമ്മളെ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ വെക്കാം. വാച്ച് കിട്ടിയിട്ടുണ്ട്, ബൂട്ട് കിട്ടിയിട്ടുണ്ട്, ക്യാൻ ഇട്ടിട്ടുണ്ട്, എന്താ പൈപ്പ് റേഞ്ച് ഒക്കെ ഉണ്ടല്ലോ. എവറിത്തിങ് ഓക്കെയാണ്. സെല്ല് ചെയ്യട്ടെ. നമുക്ക് വേണോ കൊണ്ടേക്കോ? 40 പറ്റില്ല, കുറച്ച് കൂട്ടണം. കുറച്ച് 44. ഓക്കെ, കിട്ടിയത് വെച്ച് പോ. ഓക്കെ, സാധനം കിട്ടിയിട്ടുണ്ട്.